ഇന്നത്തെ ഇഫ്താറിന് നല്ലൊരു ബീഫ് ഉന്നക്കായ റെഡിയാക്കിയാലോ? ഈ സ്വീറ്റ് ഫില്ലിങ്ങിനേക്കാളും ഇതുപോലെ മസാല ഫില്ലിങ് വെച്ചിട്ട് ഉന്നക്കായ ഉണ്ടാക്കണം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ബീഫിൻ്റെ മസാലയാകുമ്പം ഞാൻ പറയണ്ടല്ലോ, നമ്മുടെ ബീഫ് പഴംപൊരി ലവേഴ്സൊക്കെ ഇങ്ങ് ഓടിപ്പോരും കേട്ടോ. അതിലും ടേസ്റ്റാണ് ഈ ബീഫ് ഉന്നക്കായ. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാവേ. ആദ്യം നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനായിട്ടൊരു പാൻ വെച്ച് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. 2 സവാള ഒന്ന് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വാടി വന്നതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാവേ. കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം കുറച്ച് മതി. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആ പൊടിയുടെ പച്ചമുളകൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തേങ്ങ തിരുമിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഐറ്റമായ ബീഫ് അതൊന്ന് മിക്സിയിലിട്ട് ചതച്ചെടുത്താണ് കേട്ടോ. അതിട്ട് കൊടുത്തിട്ടുണ്ട്. ബീഫിന് ഒരു പിശുക്കും കാണിക്കേണ്ട, കുറച്ച് കൂടുതൽ തന്നെ ഇടണം. ബീഫിനാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ടിട്ട് ആ മസാല ഫില്ലിംഗ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഏത്തപ്പഴം ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ ചെനച്ച ഏത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ചെനച്ചെടുക്കുന്നതാണ് ഈ ഒരു ഐറ്റത്തിന് നല്ലത്. അങ്ങനെ ഏത്തപ്പഴമൊക്കെ എടുത്ത് ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. വെന്തതിന് ശേഷം നമുക്ക് ചൂടോടെ വേണം ഇതിൻ്റെ നാരൊക്കെ കളഞ്ഞിട്ടെടുക്കാൻ. എൻ്റെ കുറച്ച് ചൂടാറിപ്പോയതുകൊണ്ട് കുറച്ച് കട്ടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വിട്ടുകൊടുക്കുമോ? ഞാനിതെല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തിട്ട് പറ്റുന്നില്ല. ഞാൻ പിന്നെ നമ്മുടെ മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നേരെ അങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു കറക്ക് അന്നേരം ഇതുപോലെ അരിഞ്ഞ് കിട്ടി. അപ്പോൾ അത്രേ ഉള്ളൂ, പണി എളുപ്പമായി. ഇനി കുറച്ച് എണ്ണയോ വെള്ളമോ ഒക്കെ കയ്യിലങ്ങ് തടവിയതിന് ശേഷം ഇതുപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ചെടുത്ത് ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി നമ്മുടെ ഉന്നക്കായുടെ ഷേപ്പിലങ്ങ് ആക്കിയെടുക്കാം. ആദ്യം പരത്തി കൊടുത്ത് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കുറച്ച് കൂടുതൽ തന്നെ ഫില്ലിങ് വെച്ചോ, നല്ല ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കൈകൊണ്ട് ഉരുട്ടി ഉന്നക്കാട് ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ, നമുക്ക് എണ്ണയിലിട്ട് അങ്ങ് പൊരിച്ച് കോരാം. അതിനായിട്ട് ചട്ടി വെച്ചു വെളിച്ചെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഓരോ ഉന്നക്കായും ഇട്ട് കൊടുക്കാം. തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ച് വെക്കിയിട്ട് തീ ഒന്ന് ഹൈ ഫ്ലെയിമിലാക്കാം. എന്നിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കത്തില്ല. ഈ ഒരു കളറൊക്കെ ആകുമ്പോൾ കോരിയെടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു ബീഫ് ഉന്നക്കായ കഴിക്കാനായിട്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് കൂടെ പോന്നേ. അപ്പോൾ നമുക്കിനി പുതിയ വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ഓക്കെ, ബൈ.